സാനിമനോമി, തെളിവെടുപ്പ് നടത്തുന്നത് വളരെ പ്രധാനമാണ് ഈ കേസിൽ. കാരണം എങ്ങനെയൊക്കെയായിരുന്നു ഇയാളുടെ ആസൂത്രണം എന്നത് അറിയണം. ഗോവിന്ദച്ചാമിയെ പോലൊരു കൊടും ക്രിമിനൽ കൃത്യമായി പദ്ധതിയിട്ട് 1.5 മാസമെങ്കിലും ആസൂത്രണത്തിന് ചെലവഴിച്ചിട്ടുണ്ട് എന്നതാണ് നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. തെളിവെടുപ്പ് പൂർത്തിയാക്കി എപ്പോഴായിരിക്കും അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റുക? സുജയ, അല്പസമയത്തിനകം തന്നെ ഇയാളെ പുറത്തേക്ക് ഇറക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് വിശദമായ ഒരു തെളിവെടുപ്പിനുള്ള ഒരു സമയം ഇപ്പോഴില്ല എന്നാണ് പോലീസ് അറിയിക്കുന്നത്. പ്രാഥമികമായ ചില തെളിവെടുപ്പുകൾ, എങ്ങനെ കയറി, അല്ലെങ്കിൽ ഈ ഡ്രം എങ്ങനെ ഉപയോഗിച്ചു, അത് എവിടെ നിന്ന് കിട്ടി, അല്ലെങ്കിൽ ഈ വസ്ത്രങ്ങൾ എവിടെ നിന്ന് കിട്ടി, ആര് തന്നു, അല്ലെങ്കിൽ ഈ വിവരങ്ങൾ, അതായത് CCTV ക്യാമറ പ്രവർത്തിക്കുന്നില്ല എന്നടക്കമുള്ള വിവരങ്ങൾ എങ്ങനെ കിട്ടി തുടങ്ങിയ കാര്യങ്ങൾ മാത്രമായിരിക്കും പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്ന സാഹചര്യം ഉണ്ടാവുക. ആ കാര്യങ്ങൾ മാത്രം അറിഞ്ഞതിന് ശേഷമായിരിക്കും ബാക്കിയുള്ള തെളിവെടുപ്പ്, അതായത് റിമാൻഡ് റിപ്പോർട്ടൊക്കെ പൂർത്തിയാക്കി ജയിലിൽ ഹാജരാക്കിയതിന് ശേഷം ഇപ്പോൾ തെളിവെടുപ്പ് പൂർത്തിയാക്കി പുറത്തേക്ക് ഇറങ്ങുകയാണ്. അതെ, തെളിവെടുപ്പ് പൂർത്തിയാക്കി ഗോവിന്ദച്ചാമി പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. തെളിവെടുപ്പ് പൂർത്തിയാക്കി ഗോവിന്ദച്ചാമിയെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. കൊടും ക്രിമിനൽ കഴിഞ്ഞ 1.5 മാസമായി ശരീരഭാരം ക്രമീകരിച്ചും അതുപോലെ തന്നെ പുറത്തേക്ക് ഇറങ്ങുന്നതിന് ആവശ്യമായ സാധനങ്ങൾ സമാഹരിച്ചും എല്ലാം പദ്ധതിയിട്ടു. ആ പദ്ധതി പാളിയത് ഉണ്ണികൃഷ്ണൻ ആ കിണറ്റിൽ കിടക്കുന്ന ഗോവിന്ദച്ചാമിയെ കണ്ടതോടുകൂടിയാണ്. അന്വേഷണം അവിടെ നിന്ന് മാറ്റി മറ്റിടങ്ങളിലേക്ക് പോലീസ് പോയതാണ്. പക്ഷേ ഉണ്ണികൃഷ്ണൻ അവിടെ തൂങ്ങിപ്പിടിച്ച് കിടക്കുന്ന ഗോവിന്ദച്ചാമിയെ കണ്ടത് വളരെ നിർണായകമായി. കൊന്നുകളെയും മിണ്ടിയാലെന്ന് ഉണ്ണികൃഷ്ണനെ ഭീഷണിപ്പെടുത്താനും ഗോവിന്ദച്ചാമി ആ കിണറ്റിൽ കിടന്നുകൊണ്ട് ശ്രമിച്ചു. പക്ഷേ അത് വിലപ്പോയില്ല. ഉണ്ണികൃഷ്ണൻ നാട്ടുകാരെയും അതുപോലെ പോലീസിനെയും വിവരം അറിയിച്ചു. അങ്ങനെ പോലീസ് എത്തി ഗോവിന്ദച്ചാമിയെ പിടിച്ചു. സാനിയോ, എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് ഇപ്പോൾ? സംശയമാണ് സുജയ, ഉറപ്പല്ല. ഒരുപക്ഷെ വാഹനത്തിൽ കയറ്റാനായിരിക്കും, അല്ലെങ്കിൽ ഇറങ്ങിയ സ്ഥലത്തേക്ക് ഏത് വഴിക്കാണ്, ഏത് മതിൽ വഴിയാണ് ഇറങ്ങിയതെന്ന് നോക്കാനുള്ളൊരു ശ്രമവും നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഓഫീസിലേക്ക് ഉള്ള, അതായത് ഏത് വഴിയാണ് ഇയാൾ ഇറങ്ങിയതെന്ന് കാണിച്ചു കൊടുക്കാനായിരിക്കും പോലീസ് ഇയാളെയും കൊണ്ട് പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ഏതായാലും ജയിലിനുള്ളിലെ തെളിവെടുപ്പ് പൂർത്തിയാക്കിയെന്നാണ് പോലീസ് ഇപ്പോൾ അറിയിക്കുന്നത്. ഇപ്പോൾ ജയിലിന് പുറത്തുള്ള തെളിവെടുപ്പാണ് നടക്കുന്നത്. അതായത് ഏത് വഴി, എങ്ങനെ ഇറങ്ങുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാനുള്ള തെളിവെടുപ്പാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജയിലിനകത്ത് പ്രധാനമായും പരിശോധിച്ചത് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകർ റിപ്പോർട്ടറിൽ മാത്രം കാണുന്നു. ഇപ്പോൾ ഗോവിന്ദച്ചാമിയെ തൊട്ടടുത്തുള്ള കടകൾ അതുപോലെ തന്നെ വീടുകളൊക്കെയുള്ള ഒരു പ്രദേശമല്ലേ, അതുവഴി എങ്ങനെയാണ് പോയത്, മതിലിലൂടെ തൂങ്ങി ഇറങ്ങി ഏത് വഴിയാണ് ചാടിക്കടന്ന് പോയത്, അതാണ് ഇപ്പോൾ ജയിലിനകത്തു നിന്ന് ജയിലിന്റെ പരിസരത്തെ തെളിവെടുപ്പ് കൂടി നടക്കുകയാണെന്ന് വേണം കരുതാൻ, അല്ലേ സാനിയോ? അതെ, ജയിലിന് അടുത്തുള്ള, അതായത് ജയിലിൻ്റെ പരിസരത്ത് നിന്നാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുന്നത്. ഏത് മതിലിലൂടെയാണ് ചാടാൻ ശ്രമിച്ചത് എന്നതടക്കം ഗോവിന്ദച്ചാമി പറഞ്ഞു കൊടുക്കുന്നതായാണ് ദൃശ്യങ്ങൾ കാണുന്നുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. അതായത് ആദ്യം ശ്രമിച്ച ഒരു മതിലുണ്ട്, ആ മതിലിൻ്റെ വശത്തേക്കൊക്കെയാണ് പോലീസ് ഇപ്പോൾ അയാളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഏത് മതിൽ വഴിയാണ് ചാടിക്കടക്കാൻ ശ്രമിച്ചത് എന്ന് ആദ്യം പരിശോധിക്കും, ശേഷം മറ്റു കാര്യങ്ങളടക്കം പരിശോധിക്കുകയാണ്. അപ്പുറത്ത് ഒരു കെട്ടിടത്തിന്റെ വളപ്പുണ്ട്, അതുവഴി 2 വഴിയിലൂടെയും ഗോവിന്ദച്ചാമിക്ക് ആ മതിൽ വഴി തൂങ്ങിയിറങ്ങിയതിനു ശേഷം പുറത്തേക്ക് കിടക്കാം. ഇപ്പോൾ പോലീസുകാർ കൊണ്ടുപോകുന്ന തത്സമയ ദൃശ്യങ്ങളാണ് റിപ്പോർട്ടറിലൂടെ പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജയിലിനകത്തെ തെളിവെടുപ്പ് പൂർത്തിയാക്കി ഇനി വന്ന വഴി എങ്ങനെയാണ് ഗോവിന്ദച്ചാമി പുറത്തേക്ക് കടന്നത്, അതാണ് അറിയേണ്ടത്. അതാണ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കാടും പടലും ഒക്കെയുള്ള പ്രദേശങ്ങൾ. അർജുൻ കല്യാട്, ഗോവിന്ദച്ചാമി ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഇറങ്ങിയ വഴി നമ്മൾ കണ്ടു. അർജുൻ, ഇനി പോയ വഴിയാണ് അറിയേണ്ടത്. അത് നേരത്തെ അർജുൻ ചൂണ്ടിക്കാട്ടിയ അതേ വഴിയാണോ? തീർച്ചയായിട്ടും സുജിയ, അതായത് കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ ഈ പറയുന്ന മതിൽ ചാടിക്കടന്ന ഭാഗത്ത് നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ ദൂരെയാണ് ഈ പറയുന്ന DCC ഓഫീസും AKG ആശുപത്രിയും. പോകുന്ന വഴിയിലൊക്കെ രാത്രിയിൽ ഉൾപ്പെടെ ഇതുവഴി 100 കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്നതാണ്. കാസർഗോഡ് നിന്ന് കണ്ണൂരിലേക്കൊക്കെ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പാത കൂടിയാണ് ഈ പറയുന്ന ജയിലിന് മുന്നിലുള്ള ഈ ദേശീയപാത. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ നിരന്തരം പോകുന്നുണ്ട്. പക്ഷേ ആർക്കും ഒരു സംശയം തോന്നാത്ത രീതിയിൽ ഗോവിന്ദച്ചാമിക്ക് ഇവിടെ നിന്നും, അതായത് ഈ സ്ഥലത്ത് നിന്നും ഈ DCC ഓഫീസിൻ്റെ പരിസരം വരെ എത്താൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനകത്ത് പറയേണ്ടത്, പോകുന്ന വഴിയിൽ കൃഷ്ണമേനോൻ സ്മാരക കോളേജുണ്ട്, അതുപോലെ തന്നെ ശിവപുരം സ്കൂളുണ്ട്, കൊയിലി ആശുപത്രിയുണ്ട്, AKG ആശുപത്രിയുണ്ട്. ആ മേഖലയിലൂടെ ഒക്കെ നടന്നു തന്നെയാണ് പോയത് എന്നുള്ളതാണ് ഗോവിന്ദച്ചാമി പോലീസിന് നൽകിയ മൊഴി. അതായത് ഏകദേശം 1.5-2 കിലോമീറ്റർ ദൂരം ഇദ്ദേഹം നടന്ന് തന്നെ നീങ്ങി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ നിന്നും പോയി കഴിഞ്ഞാൽ, അതായത് ഈ പറയുന്ന ഭാഗത്തൂടെ പോയി കഴിഞ്ഞാൽ 2 കിലോമീറ്റർ പോയി
എത്തിക്കഴിഞ്ഞാൽ AKG ആശുപത്രിയുടെ ജംഗ്ഷനെത്തും. അവിടെ നിന്നും വലതുഭാഗത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നേരെ കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൻ്റെ ആ ഭാഗത്തേക്ക് എത്താനുള്ള ഒരു വഴിയുണ്ട്. അതുവഴിയാണ് ബസ്സൊക്കെ കടന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട വഴിയാണ്. അപ്പോൾ ആ വഴിയിലൂടെയാണ് അദ്ദേഹം പോയത്. അവിടെ നിന്നും ഈ പറയുന്ന DCC ഓഫീസിൻ്റെ മുന്നിലേക്ക് എത്തുമ്പോഴാണ് ഈ വാർത്തകളൊക്കെ ആ സമയം തന്നെ പ്രചരിച്ചിരുന്നു. ഗോവിന്ദചാമി ജയിലിൽ ചാടി എന്നുള്ള വാർത്ത ആ സമയത്തേക്ക് തന്നെ പ്രചരിച്ചിരുന്നു. അവിടെ ഒരു ബൈക്ക് യാത്രക്കാരൻ, അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു വ്യക്തി അത് ഈ ഗോവിന്ദചാമിയാണ് എന്നുള്ള കാര്യം തിരിച്ചറിയുന്നു. അതിനു മുൻപ് തന്നെ CCTV ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നിരുന്നു. അതായത് ഗോവിന്ദചാമി ഒരു കൈ, അതായത് തൻ്റെ പാതി മുറിഞ്ഞ ഒരു കൈ തലയിൽ വെച്ച് തൻ്റെ കയ്യിലുള്ള സാധന സാമഗ്രികൾ കൊണ്ട് ആ കൈ പൊത്തിപ്പിടിച്ച് ഇങ്ങനെ തലയിൽ എന്തോ തോന്നിപ്പിക്കാതിരിക്കാൻ ആ തുണിക്കെട്ടിനുള്ളിലേക്ക് ആ പാതി മുറിഞ്ഞു പോയ കൈ എടുത്തു വെച്ചുകൊണ്ട് സാധനം പിടിച്ചിരിക്കുകയാണെന്നേ ഒറ്റ നോട്ടത്തിൽ തോന്നൂ. ഒറ്റക്കൈയനായതുകൊണ്ട് കൈ താഴേക്കിട്ടാൽ പെട്ടെന്ന് തന്നെ തിരിച്ചറിയും. അതിബുദ്ധിമാനായ ഒരു കൊടും ക്രിമിനൽ. ഇതാണ് ഗോവിന്ദചാമി നടന്നു വരുന്ന ആ കാഴ്ച. ഇത് കണ്ടാണ് നാട്ടുകാർ തിരയാനിറങ്ങിയത്. നാട്ടുകാരുടെ ഒരു ഇടപെടൽ വളരെ നിർണായകമായി മാറി എന്നത് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഗോവിന്ദചാമിയെ ഇപ്പോൾ ജയിലിന് പുറത്തിറക്കിയിരിക്കുകയാണ്. ജയിലിന് പുറത്തുള്ള തെളിവെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.